ഓക്കെ, നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ ടോപ്പിക്കാണ് എക്കണോമിക്സ്. എക്കണോമിക്സിൽ നമ്മുടെ സാമ്പത്തിക രംഗം, അതായത് നമ്മുടെ പഞ്ചവത്സര പദ്ധതി എത്തുന്നതിന് മുന്നേ നമ്മൾ എങ്ങനെ പഞ്ചവത്സര പദ്ധതിയിലോട്ട് എത്തി എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കിയോ, നമ്മൾ ഈ പഞ്ചവത്സര പദ്ധതിയുള്ള ആശയം നമ്മൾ എവിടെ നിന്നാണ് എടുത്തത്? സോവിയറ്റ് യൂണിയൻ, അന്നത്തെ സോവിയറ്റ് യൂണിയൻ നിന്നാണ് എടുത്തത്. ആരാണ് ഈ പഞ്ചവത്സര പദ്ധതി ആദ്യം നടപ്പിലാക്കിയ ആള്? ജോസഫ് സ്റ്റാലിൻ. ഓക്കെ, നമ്മൾ അത് ജസ്റ്റ് ഒരു ഇൻട്രോ ആയിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ എങ്ങനെ ഈ ഒരു പഞ്ചവത്സര പദ്ധതിയിലോട്ട് എത്തി, നമ്മുടെ രാജ്യത്തിന്റെ എന്താണ് ആ ഒരു സാമ്പത്തിക രംഗം എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമ്മളത് പറയണമെങ്കിൽ 1934 തുടങ്ങാൻ. 1934 നമ്മുടെ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയുണ്ട്. ആരാണ്? എം വിശ്വേശ്വരയ്യ. അപ്പൊ എം വിശ്വേശ്വരയ്യാണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇദ്ദേഹം 1934 ഒരു പുസ്തകം എഴുതി. ഏതാണ്? പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ. ഈ പുസ്തകം അദ്ദേഹം എഴുതി പബ്ലിഷ് ചെയ്തതോടുകൂടിയാണ് ഇദ്ദേഹത്തെ എന്തെന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്? ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. എന്നാൽ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി ആരാണ്? തിരിഞ്ഞോപത്തെ ശില്പി PC മഹലനോബിസ് ആണ്. പിതാവാണ് ആര്? എം വിശ്വേശ്വരയ്യ. ഇനി എം വിശ്വേശ്വരയ്യയുടെ ബർത്ത്ഡേ ആണ് എന്ന് സെപ്റ്റംബർ 15. എന്ത് ദിനമായിട്ട് ആചരിക്കുന്നു? എഞ്ചിനീയേഴ്സ് ഡേ. അപ്പൊ നമ്മുടെ എം വിശ്വേശ്വരയ്യാണ് ആദ്യമായിട്ട് ഇന്ത്യയുടെ ആസൂത്രണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം അദ്ദേഹത്തിന്റെ പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ എന്നൊരു പുസ്തകത്തിലൂടെ എന്ത് ചെയ്യുന്നത് നമ്മളിലേക്ക് തരുന്നത്. ഇനി ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവാണ്, ഇന്ത്യൻ എഞ്ചിനീയേഴ്സിന്റെ പിതാവാണ്. അതുപോലെ തന്നെ ഇദ്ദേഹം പറഞ്ഞതാണ് വ്യവസായവൽക്കരണത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് ജനാധിപത്യ മുതലാളിത്തത്തിൽ അതിനെ എന്ത് ചെയ്യുക? പ്രയോഗിക്കുക. എന്തിനു ഊന്നൽ കൊടുക്കണം? നമ്മുടെ ചുമ്മാ നമ്മളെ കൃഷിയിൽ മാത്രം എങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം എന്ത് ചെയ്യൂല? വളരൂല. നമ്മൾ എന്തിനും കൂടെ ഊന്നൽ കൊടുക്കണം? വ്യവസായത്തിനും കൂടെ. അപ്പോൾ ഒരു വ്യവസായവൽക്കരണത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് ഒരു ജനാധിപത്യ മുതലാളിത്തത്തെ നമ്മൾ എന്ത് ചെയ്യുക? പ്രയോഗിക്കുക എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി വ്യവസായം എന്നും പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? കൃഷിയെ മാറ്റി നിർത്താൻ പാടില്ല. വ്യവസായത്തിന് ഊന്നൽ നമ്മൾ എന്തിനേയും കൊണ്ടുപോകണം? കൃഷിയെ എന്ത് ചെയ്യുക? കാർഷിക മേഖലയ്ക്കും പ്രാധാന്യം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ കാർഷിക മേഖലയിൽ നിന്ന് വ്യവസായങ്ങളിലേക്ക് എന്തുണ്ടാവും? ഒരു തൊഴിൽ മാറ്റവും ഉണ്ടാവും. നമ്മൾ കാർഷിക മേഖലയിൽ വളരുന്നതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? വ്യവസായത്തിലൊരു മാറ്റം ഉണ്ടാവും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഈ 1934 ഈ പുസ്തകം വരുന്നു. നമ്മുടെ ആദ്യത്തെ ഒരു ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ഒരു ആരംഭം അവിടെ നിന്ന് തുടങ്ങുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അടുത്തൊരു സംഭവത്തിലോട്ട് പോകുന്നത് ഫിക്കി. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഫിക്കി FICCI. ഈ ഫിക്കി 1927 കേട്ടോ രൂപീകരിക്കുന്നത്. എന്നാണ്? 1927. എന്താണ് ഫിക്കിയുടെ പൂർണ്ണരൂപം ചോദിച്ചാൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. എന്താണ്? ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. അതാണ് എന്തിന്റെ പൂർണ്ണരൂപം? ഫിക്കിയുടെ പൂർണ്ണരൂപം. എന്നാണ് രൂപീകരിച്ചത്? 1927. ഈ ഫിക്കിക്ക് ഒരു പ്രസിഡന്റ് ഉണ്ട് കേട്ടോ. ആരാണെന്ന് ചോദിച്ചാൽ NR സർക്കാർ ആണ്. ആരാണ്? NR സർക്കാർ. ആരാണ്? NR സർക്കാർ. അതായത് നമ്മുടെ ഈ എക്കണോമിക്സിന്റെ പിതാവായിട്ട് നമ്മൾ പറയുന്ന ആരെയാണ്? ആഡം സ്മിത്ത്. അദ്ദേഹം 1776 എന്താണ് ആൻ എൻക്വയറി ഇൻ ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതി. നമുക്കറിയാന്നുള്ളത് വെൽത്ത് ഓഫ് നേഷൻ എന്നാണ്. അതിന്റെ ഫുൾ നെയിമാണ് കേട്ടോ പറഞ്ഞത്. ആൻ എൻക്വയറി ഇൻ ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ. അപ്പോൾ 1776 അദ്ദേഹത്തിന്റെ ഈ പുസ്തകം എന്ത് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം കൊണ്ടുവന്ന ഒരു സംഭവം ഉണ്ട്, ലേസേഴ്സ് ഫിയർ. എന്താണ് ലേസേഴ്സ് ഫിയർ എന്ന് പറഞ്ഞാൽ? ഗവൺമെന്റിന്റെ ഇടപെടൽ എന്ത് ചെയ്യുക? മാക്സിമം കുറയ്ക്കുക. അതാണ് ഈ ലേസേഴ്സ് ഫിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഫിക്കി പറഞ്ഞത് വേറൊന്നുമില്ല, ഈ സ്വേച്ഛാധിപരമായിട്ടുള്ള ഗവൺമെന്റ് ഇടപെടൽ കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? അവിടെ മുതലാളിത്തം എന്ത് ചെയ്യുക? കൂട്ടണം. അതല്ലേ അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു സ്വേച്ഛാധിപത്യപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവസാനിച്ച് ഇന്ത്യ ഇങ്ങനെ ഈ ഒരു സ്വേച്ഛാധിപത്യ ഇത് പിന്നെയും തുടർന്നാൽ ഇന്ത്യ എന്ത് ചെയ്യും? ഈ മുന്നത്തെക്കാട്ടിലും ഉള്ള അവസ്ഥയിലോട്ട് തന്നെ പൊക്കോണ്ടിരിക്കും എന്നുള്ളൊരു കാര്യം ആര് മുന്നോട്ട് വയ്ക്കുന്നു? ഫിക്കി മുന്നോട്ട് വയ്ക്കുന്നു. എന്നിട്ട് ഫിക്കി എന്തിനു പറയുന്നു? ഇതെല്ലാം അവസാനിപ്പിച്ചിട്ട് ഇന്ത്യക്ക് ഒരു ആസൂത്രണ കമ്മീഷൻ വേണം എന്നുള്ളൊരു കാര്യം ആദ്യമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത് ഈ ഫിക്കിയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഫിക്കിയുടെ ആവശ്യം വന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഫിക്കിയാണ് ഇന്ത്യക്ക് ഒരു ആസൂത്രണ കമ്മീഷൻ വേണമെന്ന് ആദ്യമായിട്ട് പറഞ്ഞ ആളാണ് ആര്? ഫിക്കി. ഫിക്കി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി എന്ന് നിലവിൽ വന്നു 1927. അപ്പൊ ഫിക്കിയാണ് പറഞ്ഞ സ്വേച്ഛാധിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഇന്ത്യക്ക് എന്ത് വേണം? ഒരു ആസൂത്രണ കമ്മീഷൻ വേണം എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. അപ്പൊ 1934 നമ്മുടെ വിശ്വേശ്വരയ്യ പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ കൊണ്ടുവന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കറിയാം 1938 എന്താണ് പ്രത്യേകത? കമ്മിറ്റി. ഓക്കെ, നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി വരുന്നു. ഇത് അന്ന് നമ്മുടെ കാര്യങ്ങളെല്ലാം പാസ്സാക്കുന്നതും നിലവിൽ എന്തിന്റെ ബേസിലാണ്? എന്തിന്റെ സമ്മേളനം? INC. അപ്പൊ 1938 INC സമ്മേളനം എവിടെയാണ് നടന്നത്? ഹരിപുര. ആരായിരുന്നു അധ്യക്ഷൻ? സുഭാഷ് ചന്ദ്രബോസ്. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് അധ്യക്ഷനായിട്ടുള്ള 1938 ഹരിപുര സമ്മേളനത്തില് എന്ത് ആശയം വരുന്നു? ഇന്ത്യക്ക് ഒരു നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി വേണം എന്നുള്ള ഒരു ആശയം എന്ത് ചെയ്യുന്നു? മുന്നോട്ട് വയ്ക്കുന്നു. ഈ ഒരു നിർദ്ദേശം സുഭാഷ് ചന്ദ്രബോസിന് കൊടുത്ത വ്യക്തി ആരാണ് അറിയാവോ?
അല്ല, മേഘനാഥ് സിൻഹ. ആരാണ്? മേഘനാഥ് സിൻഹ. അപ്പൊ ഈ ഒരു ആശയം സുഭാഷ് ചന്ദ്രബോസിന് നൽകിയ വ്യക്തി ആരാണ്? മേഘനാഥ് സിൻഹയാണ്. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. അപ്പൊ ഇത് ഒരാളെ ഏൽപ്പിക്കണ്ടേ? അപ്പൊ ആരുടെ അധ്യക്ഷതയിലാണ് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരിച്ചത്? ജവഹർലാൽ നെഹ്റു. ആരുടെ അധ്യക്ഷതയിലാണ്? ജവഹർലാൽ നെഹ്റു. അപ്പോ ഈ ഒരു നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ എന്ത് ചെയ്തു? കൊണ്ടുവന്നു. അപ്പൊ അതാണ് അടുത്ത രണ്ടാമത്തെ ഒരു കാര്യം. അപ്പൊ നമ്മള് 34 എം വിശ്വേശ്വരയ്യ പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ഫിക്കി വരുന്നു. ഫിക്കി എന്ത് പറഞ്ഞു? നമുക്കൊരു പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിക്കണമെന്ന് പറഞ്ഞു. ഇതിന്റെ ബേസിൽ 38 ഹരിപുര INC സമ്മേളനം നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് അധ്യക്ഷനായിരുന്നു. അപ്പൊ ഈ ഒരു സമ്മേളനത്തിൽ വെച്ച് ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ എന്ത് രൂപീകരിച്ചു? നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. 3 കിട്ടിയ. ഇനി നമ്മൾ 40 ശേഷമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ പ്ലാനിങ്ങിന് വേണ്ടി കുറെ പ്ലാൻസ് വന്നിട്ടുണ്ടല്ലേ. അതിൽ 44 ഒരു പ്ലാനാണ് ഏത്? ഫസ്റ്റ് പ്ലാൻ ബോംബെ പ്ലാൻ. ബോംബെ പ്ലാൻ വന്ന വർഷം 1944. ഒരു ബോംബെയിലെ 8 വ്യവസായികൾ ചേർന്ന് രൂപീകരിച്ച പ്ലാനാണ് ബോംബെ പ്ലാൻ. ഈ ബോംബെ പ്ലാനിന് നേതൃത്വം കൊടുത്ത വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അർദേശീൽ ദലാൽ. ആരാണ്? അർദേശീൽ ദലാൽ. എന്നാൽ ഈ ബോംബെ പ്ലാൻ എന്ന് പറയുന്ന ബോംബെ പ്ലാനിൽ ഒരു മലയാളി ഉണ്ടായിരുന്നു. ആരാണ്? ജോൺ മത്തായി. ഓക്കെ, ബോംബെ പ്ലാനിന് നേതൃത്വം കൊടുത്ത അല്ലെങ്കിൽ അതിന്റെ ആ ഒരു അധ്യക്ഷൻ അല്ലെങ്കിൽ നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ആരെന്ന് പറഞ്ഞു? അർദേശീൽ ദലാൽ എന്ന് പറഞ്ഞു. ഇതിനകത്തുണ്ടായിരുന്ന മലയാളിയെ നമ്മൾ പറഞ്ഞു. ആരാണ്? ജോൺ മത്തായി. ഇനി നമുക്ക് 2 മെയിനായിട്ടുള്ള ആൾക്കാരെ പറയണം. ഒന്ന് JRD ടാറ്റയും, പിന്നെ ഒന്നാരാണ്? ടാറ്റ പറഞ്ഞ ആര് പറയും? ബിർള. ടാറ്റ, ബിർള. ഇവർ രണ്ടുപേരെയും മറക്കരുത് കേട്ടോ. ടാറ്റ, ബിർള. ഓക്കെ അല്ലേ? അപ്പോൾ നേതൃത്വം നൽകിയത് ആരാണ്? അർദേശീൽ ദലാലാണ്. മലയാളിയാണ് അല്ലെങ്കിൽ കേരളീയനാണ് ജോൺ മത്തായി, പിന്നെ JRD ടാറ്റ, ബിർള. ഇത്രയും 4 പേരെ ഓർത്താൽ മൊത്തം 8 പേരുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇത് നമുക്കറിയാം, ബോംബെ പ്ലാൻ വ്യവസായികൾ ചേർന്ന് രൂപീകരിച്ചുകൊണ്ട് തന്നെ നമ്മൾ ആ മനസ്സിൽ ആദ്യം എന്തായിരിക്കും വരുന്നത്? വ്യവസായത്തിന് ഊന്നൽ നൽകുന്ന പ്ലാൻ ആയിരിക്കും. പക്ഷെ അങ്ങനെ അല്ല. വ്യവസായത്തിന് ഇവർ പ്രാധാന്യം കൊടുത്തു. അതുപോലെ ഇവർ എന്തിനും പ്രാധാന്യം കൊടുത്തു? കൃഷിക്ക് പ്രാധാന്യം കൊടുത്തു. അതുപോലെ എന്താണ്? ഇടത്തര, ചെറുകിട, കുടിൽ വ്യവസായത്തിനും പ്രാധാന്യം കൊടുക്കണമെന്ന് ആര് പറഞ്ഞു? ഈ ബോംബെ പ്ലാൻ അഭിപ്രായപ്പെട്ടു. അതുപോലെ എന്തിനാണ്? ദ്രുതഗതിയിലുള്ള ഒരു വ്യവസായവൽക്കരണം കൊണ്ടുവരണമെന്നും നിർദ്ദേശിച്ചു. ആര്? ബോംബെ പ്ലാൻ നിർദ്ദേശിച്ചു. ഇതിലൊക്കെ കൂടെ എന്ത് പറ്റും? നമുക്ക് സാമൂഹിക അസമത്വം കുറയ്ക്കാനും അതുപോലെ സാമൂഹിക ക്ഷേമം കൊണ്ടുവരാനും ഒക്കെ പറ്റുമെന്നും നമ്മൾ ഈ ബോംബെ പ്ലാൻ മുന്നോട്ട് വെച്ചു. അപ്പൊ 1944 ബോംബെ പ്ലാൻ. അർദേശീൽ ദലാൽ മലയാളിയാണ്, ജോൺ മത്തായി അല്ലെങ്കിൽ കേരളീയനാണ് ജോൺ മത്തായി, പിന്നെ JRD ടാറ്റ, ബിർള. ചെറുകിട, ഇടത്തര, കുടി വ്യവസായങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു. കാർഷിക മേഖലയ്ക്ക് ഇമ്പോർട്ടൻസ് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ദ്രുതഗതിയിലുള്ള ഒരു വ്യവസായവൽക്കരണം കൊണ്ടുവരണമെന്ന് പറഞ്ഞു. സാമൂഹിക ക്ഷേമം, അതിലൂടെ അസമത്വം കുറയ്ക്കാൻ പറ്റുമെന്നൊക്കെ എന്ത് ചെയ്തു? ബോംബെ പ്ലാൻ മുന്നോട്ട് വെച്ചു. ഇനി ഗാന്ധിയൻ പ്ലാൻ ഏത് വർഷം? അടുത്തതാണ്. അപ്പൊ ആദ്യം വന്ന പ്ലാൻ ഏതാണ്? ബോംബെ പ്ലാൻ. രണ്ടാമത്തതാണ് ഗാന്ധിയൻ പ്ലാൻ. 44. രണ്ടും ഏത് വർഷം? 44. ഈ ഗാന്ധിയൻ പ്ലാൻ രൂപപ്പെടുത്തിയ വ്യക്തി ആരാണ്? രൂപപ്പെടുത്തിയ വ്യക്തി നാരായൺ അഗർവാൾ. ആരാണ്? ശ്രീമൻ നാരായൺ അഗർവാൾ. അപ്പൊ ഗാന്ധിയൻ പ്ലാൻ രൂപപ്പെടുത്തിയ വ്യക്തിയാണ് ശ്രീമൻ നാരായൺ അഗർവാൾ. എന്നാൽ ഈ ആശയത്തിന്റെ വക്താവ് വേറൊരാളാണ്. അറിയാവോ? കുമരപ്പ. JC കുമരപ്പ. ആരാണ്? JC കുമരപ്പ. JC കുമരപ്പ. അപ്പൊ നോക്കിയോ, ഗാന്ധിയൻ പ്ലാൻ രൂപപ്പെടുത്തിയ വ്യക്തി ആരാണ്? ശ്രീമൻ നാരായൺ അഗർവാളും ഈ ഒരു ആശയത്തിന്റെ വക്താവ് ആരാണ്? JC കുമരപ്പ. എടാ, ഇത് കൂടാതെ ഒരാളും കൂടി ധരംപാൽ ആണ്. ആരാണ്? ധരംപാൽ. ആരാണ്? ധരംപാൽ. അപ്പൊ നോക്കിയോ, ഈ ഗാന്ധിയൻ പ്ലാൻ സ്വാഭാവികമായിട്ടും ഗാന്ധിജി നമുക്കറിയാം. ഗാന്ധിജി എന്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ചെറുകിട, കുടിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കണം എന്ന് പറഞ്ഞ ഒരു പ്ലാനാണ് ഏത്? ഈ ഗാന്ധിയൻ പ്ലാൻ. അതുപോലെ എന്താണ്? കൃഷിക്ക് ഊന്നൽ നൽകണമെന്നും പറഞ്ഞു. സാമ്പത്തിക വികേന്ദ്രീകരണം കൊണ്ടുവരണമെന്നും പറഞ്ഞു. എന്താണ്? സാമ്പത്തിക വികേന്ദ്രീകരണം കൊണ്ടുവരണമെന്നും പറഞ്ഞു. അപ്പൊ 44 ഗാന്ധിയൻ പ്ലാൻ. ഗാന്ധിയൻ പ്ലാൻ എന്ന ആശയം രൂപപ്പെടുത്തിയത് ശ്രീമൻ നാരായൺ അഗർവാളാണ്. എന്നാൽ ഈ ആശയത്തിന്റെ വക്താവ് ആരാണ്? JC കുമരപ്പയാണ്. ഒരാളും കൂടി ഉണ്ട്. ആരാണ്? ധരംപാൽ. പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ്? ചെറുകിട കുടിൽ വ്യവസായത്തിന് ഊന്നൽ നൽകി സാമ്പത്തിക വികേന്ദ്രീകരണം കൊണ്ടുവരണമെന്ന് പറഞ്ഞു. സ്വയം പര്യാപ്തത കൈവരിച്ച ഒരു ഗ്രാമത്തെ പടുത്തുയർത്തുക. ഇതും അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നമായിരുന്നു. സ്വയം പര്യാപ്തത കൈവരിച്ച ഒരു ഗ്രാമത്തെ പടുത്തുയർത്തുക. കിട്ടിയ? അപ്പൊ ആദ്യം നമ്മുടെ പ്ലാനിങ് നമ്മുടെ വിശ്വേശ്വരയ്യ 1934 പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ. അത് കഴിഞ്ഞിട്ട് ഇന്ത്യക്ക് ഒരു ആസൂത്രണ കമ്മീഷൻ വേണമെന്ന് ആര് പറഞ്ഞു? ഫിക്കി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 38 നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷത രൂപീകരിച്ചു. 44 ആദ്യം ബോംബെ പ്ലാൻ. ആര്? അർദേശീൽ ദലാൽ. രണ്ടാമത് ഗാന്ധിയൻ പ്ലാൻ. ആശയം രൂപപ്പെടുത്തിയത്
JC കുമരപ്പയും. എന്നാൽ അതിന്റെ വക്താവ് JC കുമരപ്പയും. ആശയം ആരതാണ് രൂപപ്പെടുത്തിയ ആരാണെന്ന് ചോദിച്ചാൽ ശ്രീമൻ നാരായൺ അഗർവാൾ. അടുത്ത് 45 നമുക്കൊക്കെ അറിയാന്നുള്ളതാണ് ഏത്? പീപ്പിൾസ് പ്ലാൻ. ആരാണ്? MN റോയ്. പീപ്പിൾസ് പ്ലാൻ MN റോയ്. പീപ്പിൾസ് പ്ലാൻ MN റോയ്. ഈ പീപ്പിൾസ് പ്ലാൻ അറിയപ്പെടുന്ന ഒരു പേരാണ് റാഡിക്കൽ പ്ലാൻ. എന്താണ്? റാഡിക്കൽ പ്ലാൻ. റാഡിക്കൽ പ്ലാൻ. ഇത് എന്ത് ചെയ്യണം? ഈ നമ്മുടെ പീപ്പിൾസ് പ്ലാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ കൃഷിയെയും അതുപോലെ വ്യാവസായിക മേഖലയെയും ഒരുപോലെ എന്ത് ചെയ്യണം? കൊണ്ടുപോകണം. ഒരുപോലെ എടുത്തു കാണിച്ച ഒരു പ്ലാൻ ആയിരുന്നു ഏത്? പീപ്പിൾസ് പ്ലാൻ. അതായത് കൃഷിക്കും വ്യവസായത്തിനും ഒരേപോലെ മുൻതൂക്കം കൊടുത്ത ഒരു പ്ലാൻ ആയിരുന്നു പീപ്പിൾസ് പ്ലാൻ. ഇതിനറിയപ്പെടുന്ന മറ്റൊരു പേരാണ് റാഡിക്കൽ പ്ലാൻ. റാഡിക്കൽ പ്ലാൻ. അപ്പൊ ഇതാണ് പീപ്പിൾസ് പ്ലാൻ. നമുക്കറിയാം MN റോയ് റാഡിക്കൽ പ്ലാൻ കൃഷിക്കും വ്യവസായത്തിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് 1950 ഏത് വരുന്നത്? അറിയാമോ? അതിന് മുന്നേ ഒരു പ്ലാനും കൂടി. സർവോദയ പ്ലാൻ. ആര് കൊണ്ടുവന്നു സർവോദയ പ്ലാൻ? ജയപ്രകാശ് നാരായൺ കേട്ടിട്ടുണ്ടോ? ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ എന്ത് വരുന്നു? സർവോദയ പ്ലാൻ 1950. ആരാണ് മുന്നോട്ട് വെച്ചത്? ജയപ്രകാശ് നാരായണൻ. ജയപ്രകാശ് നാരായണൻ സർവോദയ പ്ലാൻ. അതായത് നമ്മുടെ ഈ വിനോബ ഭാവയില്ലേ, വിനോബ ഭാവയുടെയും ഗാന്ധിയൻ ആശയങ്ങളുടെയും എന്താണ് ഒരു സർവോദയ ആശയം, ഇത് രണ്ടും കൂടെ ചേർത്ത് അദ്ദേഹം കൊണ്ടുവന്ന ഒരു പ്ലാനാണ് ഈ സർവോദയ പ്ലാൻ. എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇദ്ദേഹം കൊണ്ടുവന്ന ഒരു പ്ലാനാണ് ഏത്? സർവോദയ പ്ലാൻ. അതുകൊണ്ട് തന്നെയാണ് അതിന് അങ്ങനെ തന്നെയാണ് പേരിട്ടേക്കുന്നത്. എന്ത്? സർവോദയ പ്ലാൻ. ആര്? ജയപ്രകാശ് നാരായണൻ. അപ്പൊ നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിക്കുന്നതിന് മുന്നേ ഉള്ള ഇന്ത്യയുടെ ഒരു ചരിത്രം ഫുൾ നമ്മൾ പറഞ്ഞു. ഇത്രയാണ് ഒരു പ്ലാനിംഗ് കമ്മീഷന് മുന്നേ ഉള്ള കാര്യം. അപ്പൊ ആദ്യം ഏതാണ് നമ്മൾ പറഞ്ഞത്? M വിശ്വേശ്വരയ്യയുടെ ഫണ്ട് എക്കോണമി ഫോർ ഇന്ത്യ. അത് കഴിഞ്ഞിട്ട് ഫിക്കി വന്നിട്ട് എന്ത് പറയുന്നു? പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിക്കണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 38 കമ്മീഷൻ അല്ല കമ്മിറ്റി രൂപീകരിച്ചു. ആരുടെ അധ്യക്ഷതയിൽ? ജവഹർലാൽ നെഹ്റു. ഇനി 44 ആദ്യം ബോംബെ പ്ലാൻ. ആദ്യം ബോംബെ പ്ലാൻ ആര് കൊണ്ടുവന്നു? അർദേശീൽ ദലാൽ. ഇനി രണ്ടാമത് ഗാന്ധിയൻ പ്ലാൻ. ആര് ആശയം കൊണ്ടുവന്ന? ആരാണ്? അഗർവാൾ. എന്നാൽ വക്താവ് ആരാണ്? വക്താവാണ് ആര്? നേതൃത്വം രൂപപ്പെടുത്തിയത് ശ്രീമൻ നാരായണ അഗർവാളും. ഇനി ഇത് ഒരു ആശയത്തിന്റെ വക്താവാണ് ആര്? JC കുമരപ്പ. രൂപപ്പെടുത്തിയത് നാരായണ അഗർവാളും, ആശയത്തിന്റെ വക്താവാണ് JC കുമരപ്പ. ഇനി മൂന്നാമത് 45 പീപ്പിൾസ് പ്ലാൻ. ആര്? MN റോയ്. അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് റാഡിക്കൽ പ്ലാൻ. അത് കഴിഞ്ഞിട്ട് 50 സർവോദയ പ്ലാൻ. എല്ലാ പ്ലാനിനെയും കൂടി രൂപീകരിച്ചുകൊണ്ട് എന്തുകൊണ്ടിരുന്നു? സർവോദയ പ്ലാൻ. ആര്? ജയപ്രകാശ് നാരായണൻ. കിട്ടിയല്ലോ. ഇനി നമ്മൾ ഏതിലോട്ട് പോകുന്നു? പ്ലാനിംഗ് കമ്മീഷനിലോട്ട് പോകുന്നു. എന്നാണ് പ്ലാനിംഗ് കമ്മീഷൻ വന്നത്? ഇന്നും ഇപ്പൊ പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടോ? പകരം നീതി ആയോഗ്. അപ്പോ 1950 മാർച്ച് 15 എന്ത് രൂപീകരിക്കുന്നത്? പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിക്കുന്നത്. എവിടെയാണ് ആസ്ഥാനം? ന്യൂഡൽഹിയിലാണ്. യോജന ഭവൻ ന്യൂഡൽഹി. എവിടെയാണ്? യോജന ഭവൻ ന്യൂഡൽഹി. ആരാണ് പ്ലാനിംഗ് കമ്മീഷന്റെ അധ്യക്ഷൻ? പ്രധാനമന്ത്രി. അപ്പൊ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരിക്കും? ജവഹർലാൽ നെഹ്റു. ഇനി മറ്റ് അംഗങ്ങളായിട്ട് ഇതിനകത്ത് ഒരു ഉപാധ്യക്ഷൻ ഉണ്ടായിരിക്കും. ആരുണ്ടായിരിക്കും? ഒരു ഉപാധ്യക്ഷൻ ഉണ്ടായിരിക്കും. പിന്നെ കേന്ദ്ര ക്യാബിനറ്റ് നിയമിക്കുന്ന കമ്മീഷൻ അംഗങ്ങൾ ഇതിനകത്തുണ്ടായിരിക്കും. ഒരു ഉപാധ്യക്ഷനും ഉണ്ടായിരിക്കും. കേന്ദ്ര ക്യാബിനറ്റ് നിയമിക്കുന്ന കുറച്ച് അംഗങ്ങളും ഈ കമ്മീഷൻ അംഗങ്ങളും ഇതിനകത്ത് ഉണ്ടായിരിക്കും. 1950 മാർച്ച് 15 യോജന ഭവൻ ന്യൂഡൽഹി. ആദ്യത്തെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. ആദ്യത്തെ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ. ആദ്യ ഉപാധ്യക്ഷനാണ് ഗുൽസാരിലാൽ നന്ദ. ഇനി ഈ ആസൂത്രണ കമ്മീഷന്റെ ചുമതല എന്താണ്? പഞ്ചവത്സര പദ്ധതി നമ്മൾ പറഞ്ഞില്ലേ, ഈ പഞ്ചവത്സര പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കൽ. എന്താണ്? പഞ്ചവത്സര പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കുന്നതാണ് എന്തിന്റെ പരിപാടി? ആസൂത്രണ കമ്മീഷന്റെ ലക്ഷ്യം. അല്ലെങ്കിൽ ആസൂത്രണ കമ്മീഷൻ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എന്താണ്? പഞ്ചവത്സര പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കിയിരുന്നത് ആസൂത്രണ കമ്മീഷനാണ്. എടാ, ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണോ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണോ? എന്താണ് ഇത് സംഭവം? ഉപദേശക സമിതിയാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആണെങ്കിൽ ഭരണഘടന എവിടെയെങ്കിലും പറയണ്ടേ? പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇനി ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആണെങ്കിൽ ഏതെങ്കിലും നിയമം വഴിയല്ലേ വരാൻ? നിയമം വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പൊ ഇത് തീർത്തും എന്താണ്? ഒരു ഉപദേശക സമിതിയാണ്. ആസൂത്രണ കമ്മീഷൻ ഒരു ഉപദേശക സമിതിയാണ്. ഇനി ഇപ്പൊ ഇല്ലെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവസാനത്തെ ആസൂത്രണ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? 2014 നിർത്തി. ആരായിരിക്കും? നരേന്ദ്രമോദി. അവസാനത്തെ ഉപാധ്യക്ഷൻ ആരായിരിക്കും?
ഉപാധ്യക്ഷൻ മൊണ്ടേക് സിംഗ് അലുവാലിയ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എടാ അലുവ തിന്നതിനെ പിരിച്ചുവിട്ട് ഉപാധ്യക്ഷൻ മൊണ്ടേക് സിംഗ് അലുവാലിയ. അപ്പൊ ആദ്യത്തെ അധ്യക്ഷൻ നെഹ്റു, ആദ്യത്തെ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ, അവസാനത്തെ അധ്യക്ഷൻ നരേന്ദ്രമോദി, അവസാനത്തെ ഉപാധ്യക്ഷൻ മൊണ്ടേക് സിംഗ് അലുവാലിയ. ഇപ്പൊ ഇല്ല നമ്മൾ പറഞ്ഞല്ലേ, പിരിച്ചുവിട്ടു. പകരം എന്ത് വന്നു? നീതി ആയോഗിന്റെ ഫുൾ ഫോം പറ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്ന് വന്നു ജനുവരി 1. എടാ അതായത് നമ്മൾ 2017 ആയപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു? പഞ്ചവത്സര പദ്ധതി 2012 മുതൽ 17 വരെയാണ് അവസാനത്തെ നമ്മളെ പഞ്ചവത്സര പദ്ധതി ഉണ്ടായിരുന്നത്. അതിനെ എന്ത് ചെയ്തു? നിർത്തലാക്കി. പിന്നെ എന്തിന്റെ ആവശ്യമില്ല? പ്ലാനിംഗ് കമ്മീഷൻ ആവശ്യമില്ല. അപ്പൊ എന്ത് ചെയ്തു? പ്ലാനിംഗ് കമ്മീഷനെ പിരിച്ചുവിട്ടിട്ട് നീതി ആയോഗ് കൊണ്ടുവന്നു. ഇനി NDC എന്ന് കേട്ടിട്ടുണ്ടോ? NDC ഡെവലപ്മെന്റ് കൗൺസിൽ, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ. അതായത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ത്യയുടെ വികസന കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനും വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു ബോഡിയാണ് NDC. ആരുടെ അധ്യക്ഷതയിലാണ്? പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നമ്മുടെ ഇന്ത്യയുടെ വികസന കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനും തീരുമാനമെടുക്കാനും വേണ്ടി വന്ന ഒരു ബോഡിയാണ് NDC, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ. കമ്മിറ്റി അല്ല, കൗൺസിൽ. എന്നാണ് വന്നത്? 1952 ഓഗസ്റ്റ് 6. 1952 ഓഗസ്റ്റ് 6-നാണ് NDC നിലവിൽ വന്നത്. എവിടെയായിരിക്കും ആസ്ഥാനം? ന്യൂഡൽഹിയിലാണ് ആസ്ഥാനം. ആദ്യ ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രിയാണ് ചെയർമാൻ. അങ്ങനെയാണെങ്കിൽ ആദ്യ ചെയർമാൻ ജവഹർലാൽ നെഹ്റു. ആദ്യ സമ്മേളനം നടന്നത് 52 നവംബറിലാണ് കേട്ടോ. 52 നവംബറിലാണ്. ഇനി പഞ്ചവത്സര പദ്ധതിയെ കുറിച്ചുള്ള രൂപരേഖ തയ്യാറാക്കുന്നത് ആരാണെന്ന് നമ്മൾ പറഞ്ഞു? ആസൂത്രണ കമ്മീഷനാണെന്ന് പറഞ്ഞു. എന്നാൽ ഈ പഞ്ചവത്സര പദ്ധതിക്ക് അന്തിമ അനുമതി കൊടുക്കുന്നത് ആരാണ്? NDC ആണ്. പഞ്ചവത്സര പദ്ധതിക്ക് അന്തിമ അനുമതി നൽകുന്നത് ആരാണ്? NDC, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ആണ് പഞ്ചവത്സര പദ്ധതിക്ക് അന്തിമ അനുമതി നൽകുന്നത്. ഇത് എന്ത് ബോഡിയാണ്? ഉപദേശക സമിതിയാണ്. ഇതും ഒരു ഉപദേശക സമിതിയാണ്. NDC കിട്ടിയോ? നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ എന്ന് വന്നു 52 ഓഗസ്റ്റ് 6. അതായത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ത്യയുടെ വികസന കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനും അത് നടപ്പിലാക്കാനും വേണ്ടി വന്നൊരു ബോഡിയാണ് NDC. NDCയുടെ ആദ്യ സമ്മേളനം 52 നവംബറിൽ നടന്നു. പഞ്ചവത്സര പദ്ധതിക്ക് അന്തിമ അനുമതി കൊടുക്കുന്നത് NDC ആണ്. NDCയുടെ ആദ്യത്തെ ചെയർമാനാണ്, അതായത് അധ്യക്ഷനാണ് ജവഹർലാൽ നെഹ്റു. ഇതെന്താണ്? ഒരു ഉപദേശക സമിതിയാണ്. കിട്ടിയോ? ഇത്രയാണ് നമുക്ക് പഞ്ചവത്സര പദ്ധതിക്ക് മുന്നേ പറയാനുള്ള ഇന്ത്യയുടെ സാമ്പത്തിക രംഗം. കിട്ടിയല്ലോ. അപ്പൊ നമ്മൾ തുടങ്ങിയത് എവിടെ നിന്നാണ്? 34 പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ വിശ്വേശ്വരയ്യ. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു എന്ത് വേണമെന്ന് പറഞ്ഞു? പ്ലാനിംഗ് കമ്മീഷൻ വേണമെന്ന് ആര് പറഞ്ഞു? ഫിക്കി പറഞ്ഞു. ഫിക്കി എന്നാണ് വന്നത്? 27 വന്ന ഫിക്കി പറഞ്ഞു നമുക്കൊരു പ്ലാനിംഗ് കമ്മീഷൻ വേണമെന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ 38 ഹരിപുര കോൺഗ്രസ് സമ്മേളനത്തിൽ നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിന്റെ അധ്യക്ഷതയിൽ ഉണ്ടായിരുന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ട് ഇന്ത്യക്ക് ഒരു പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്നു. ആരുടെ അധ്യക്ഷതയില്? ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ. അത് കഴിഞ്ഞിട്ട് 44 ആദ്യത്തെ ബോംബെ പ്ലാൻ, എവിടെ? മുംബൈയിലെ 8 വ്യവസായികൾ ചേർന്ന് രൂപീകരിച്ചതാണ് ബോംബെ പ്ലാൻ. ആരായിരുന്നു അതിന്റെ അധ്യക്ഷൻ? അർദേശി ദലാലാണ്. ഇത് ബോംബെ പ്ലാൻ വ്യവസായികൾ ചേർന്ന് രൂപീകരിച്ചെങ്കിലും കാർഷിക മേഖലയ്ക്ക് എന്ത് കൊടുത്തു? പ്രാധാന്യം കൊടുത്തു. ഇടത്തര, ചെറുകിട, കുടിൽ വ്യവസായങ്ങൾക്കും പ്രാധാന്യം കൊടുത്തു. അതോടൊപ്പം ഒരു ദ്രുതഗതിയിലുള്ള വ്യവസായവൽക്കരണം കൊണ്ടുവരണമെന്നും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 44 അതേ വർഷം തന്നെ ആര് വരുന്നു? ഗാന്ധിയൻ പ്ലാൻ വരുന്നു. സ്വാഭാവികമായിട്ടും ഗാന്ധിയൻ പ്ലാൻ ആണ്. അപ്പൊ ചെറുകിട, കുടിൽ വ്യവസായങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തത്. കൃഷിക്കും പ്രാധാന്യം കൊടുത്തു. ആരാണ് ഇതിന്റെ വക്താവ്? ആശയത്തിന്റെ വക്താവ് JC കുമരപ്പയും നേതൃത്വം കൊടുത്ത രൂപീകരിച്ച ആരാണെന്ന് ചോദിച്ചാൽ ശ്രീമൻ നാരായൺ അഗർവാൾ. അത് 45 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പീപ്പിൾസ് പ്ലാൻ MN റോയി. പീപ്പിൾസ് പ്ലാൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് റാഡിക്കൽ പ്ലാൻ. ഇദ്ദേഹം പറഞ്ഞ എന്താണ്? 2 മേഖലയ്ക്കും, കാർഷിക മേഖലയ്ക്കും വ്യവസായ മേഖലയ്ക്കും ഒരുപോലെ പ്രാധാന്യം കൊടുക്കണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ, 5 വർഷമൊക്കെ കഴിഞ്ഞു. 1950 സർവോദയ പ്ലാൻ. എല്ലാ മേഖലയ്ക്കും പ്രാധാന്യം കൊടുത്തുള്ള ഒരു സർവോദയ പ്ലാൻ ആര് കൊണ്ടുവരുന്നു? ജയപ്രകാശ് നാരായണൻ കൊണ്ടുവരുന്നു. അതിനുശേഷമാണ് 1950 മാർച്ച് 15-ന് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നു. അതായത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് എന്ത് വരുന്നത്? ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നത്. ആദ്യ ചെയർമാൻ ആദ്യത്തെ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ. ഇപ്പൊ നിലവിലുണ്ടോ? ഇല്ല, നിർത്തലാക്കി. അതായത് നമ്മൾ 2014 ഓഗസ്റ്റ് 15-ന് എന്ത് തീരുമാനം എടുത്തു? നിർത്താൻ തീരുമാനിച്ചു. അങ്ങനെ ഓഗസ്റ്റ് 17-ന് എന്ത് ചെയ്തു? നിർത്തലാക്കി. അവസാനത്തെ അധ്യക്ഷൻ
പ്രധാനമന്ത്രി. അവസാനത്തെ ഉപാധ്യക്ഷൻ നരേന്ദ്രമോദി. അവസാനത്തെ ഉപാധ്യക്ഷൻ എന്ത് മുറിച്ച്? മൊണ്ടേക് സിംഗ് അലുവാലിയ. അത് കഴിഞ്ഞിട്ട് എന്ത് നിലവിൽ വരുന്നു? നീതി ആയോഗ് നിലവിൽ വരുന്നു. എന്ന് 2015 ജനുവരി 1. ഇതൊരു ഏതാണ്? നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറഞ്ഞാലും നീതി ആയോഗ് എന്ന് പറഞ്ഞാലും ഒരു ഉപദേശക സമിതിയാണ്. NDC നമുക്ക് പറയാം. ഇപ്പൊ നമ്മൾ പറഞ്ഞ പ്ലാനിംഗ് കമ്മീഷൻ അതും ഒരു ഉപദേശക സമിതിയാണ്. ഓക്കെ, ഇനി എവിടെയായിരുന്നു ഇതിന്റെ ആസ്ഥാനം? യോജനാ ഭവൻ, ന്യൂഡൽഹി. അത് കഴിഞ്ഞിട്ട് നമ്മളെ NDCയെ കുറിച്ച് പറഞ്ഞു. ഇനി പ്ലാനിംഗ് കമ്മീഷൻ ഈ പഞ്ചവത്സര പദ്ധതിക്കൊക്കെ എന്താണ് രൂപരേഖ തയ്യാറാക്കുന്നതൊക്കെ ആരാണെന്ന് പറഞ്ഞു? പ്ലാനിംഗ് കമ്മീഷൻ ആണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറഞ്ഞത് NDC, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ. അത് 52 ഓഗസ്റ്റ് 6 വന്നു. പഞ്ചവത്സര പദ്ധതിക്ക് അന്തിമ അനുമതി നൽകുന്ന സ്ഥാപനമാണ് NDC. NDCയും ഒരു ഉപദേശക സമിതിയാണ്. അതിന്റെ ചെയർമാനും ആര് തന്നെയാണ്? പ്രധാനമന്ത്രി തന്നെയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് പറയാനുള്ളത് എന്താണ്? പഞ്ചവത്സര പദ്ധതിയാണ്. ഇതാണ് നമ്മുടെ ഇന്ത്യൻ സാമ്പത്തിക രംഗം. പഞ്ചവത്സര പദ്ധതിക്ക് മുന്നേ ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്തു? പറഞ്ഞ് തീർത്തു. ഇനി പഞ്ചവത്സര പദ്ധതിയാണ്. എത്ര പഞ്ചവത്സര പദ്ധതി മൊത്തം ഉണ്ട്? 12 പഞ്ചവത്സര പദ്ധതി ഉണ്ട്. ജസ്റ്റ് നമുക്ക് വർഷവും അതിന്റെ ഇടയ്ക്ക് എപ്പോഴൊക്കെ ഇല്ലാതിരുന്നു അത് മാത്രം നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ പറഞ്ഞങ്ങ് അവസാനിപ്പിക്കാം. ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ പറയാം. ഫസ്റ്റ് പഞ്ചവത്സര പദ്ധതി വർഷം പറ. നിങ്ങൾ അതിന് മുന്നേ ഓർക്കുക, പഞ്ചവത്സര പദ്ധതി എന്ന് പറയുമ്പോൾ എത്ര വർഷമാണ്? 5 വർഷം. അപ്പൊ നമുക്ക് ഓർഡറിന് പോവാൻ അറിയാലോ. അതിനിടയിൽ ഒരു 3 പ്രാവശ്യം എന്തായി? കട്ടായി. ആ 3 എണ്ണം മാത്രം പഠിക്കേ. ആദ്യത്തെ പ്ലാൻ ഹോളിഡേ എന്നറിയപ്പെടും. 8 മുതൽ 7 വരെ, 66 മുതൽ 69 വരെ. അപ്പൊ ഈ 3 വർഷം നമുക്ക് ഓർഡറിന് പറയാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ 66, 69 എന്താണ്? പ്ലാൻ ഹോളിഡേ. അടുത്ത് 78, 80 റോളിംഗ് പ്ലാൻ. 78, 80 റോളിംഗ് പ്ലാൻ. 78, 80 റോളിംഗ് പ്ലാൻ. അടുത്ത് 90, 92 ആനുവൽ പ്ലാൻ. 90, 92 ആനുവൽ പ്ലാൻ. ഇത് 3 ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ഓർഡറിന് പറയാം. 66, 69 പ്ലാൻ ഹോളിഡേ, 78, 80 റോളിംഗ് പ്ലാൻ, 90, 92 ആനുവൽ പ്ലാൻ. ഇനി ഇത് വെച്ചിട്ട് ഓർഡറിന് പറഞ്ഞു നോക്കൂ. ഒന്നാം പഞ്ചവത്സര പദ്ധതി 51, 56 2, 56, 61 3, 61, 66. ഇനി എവിടെ തുടങ്ങും? 69, 74 നാലാം പഞ്ചവത്സര പദ്ധതി. അടുത്ത് 74 മുതൽ 79 വരെയാണ് 5-ാം പഞ്ചവത്സര പദ്ധതി. പക്ഷെ അത് കാലാവധി പൂർത്തിയാക്കുന്നതിന് മുന്നേ എന്ത് ചെയ്തു? നിർത്തി. 78 മുതൽ 80 വരെ എന്താണെന്ന് പറഞ്ഞു? റോളിംഗ് പ്ലാൻ. ഇനി അപ്പോൾ അടുത്ത 5-ാം പഞ്ചവത്സര പദ്ധതി എന്ന് മുതൽ എന്ന് വരെയാണ്? 5-ാം പഞ്ചവത്സര പദ്ധതി 74. 5-ാം പഞ്ചവത്സര നമ്മൾ പറഞ്ഞു 74 മുതൽ 79 വരെ. അടുത്ത് 6-ാം പഞ്ചവത്സര പദ്ധതി 80, 85. അടുത്ത 7, 90. അടുത്തപ്പോ 8 എപ്പോ തുടങ്ങും? 92. കാരണം അവിടെ 90 മുതൽ 92 വരെ ആനുവൽ പ്ലാൻ ആണ്. അപ്പോൾ 8-ാം പഞ്ചവത്സര പദ്ധതി 92, 97. പിന്നെ ഓർഡറിൽ പോയാൽ മതി. 9, 97, 2002, 10, 2002, 2007, 11, 2007, 2012, 12, 2012, 2017. 12 പഞ്ചവത്സര പദ്ധതി ഉള്ളൂ. ലാസ്റ്റത്തെ പഞ്ചവത്സര പദ്ധതി സമയത്ത് നമ്മൾ 2014 ആയപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു? നമ്മളെ പ്ലാനിംഗ് കമ്മീഷനൊക്കെ പിരിച്ചുവിടുന്നു. പഞ്ചവത്സര പദ്ധതി നിർത്തിവെക്കാൻ തീരുമാനിക്കുന്നു. എന്ത് വരുന്നു? നീതി ആയോഗ് വരുന്നു. കിട്ടിയോ? ഈ 3 എണ്ണം പഠിച്ചു കഴിഞ്ഞാൽ 5 വർഷം കൂട്ടി അങ്ങ് പോയി കഴിഞ്ഞാൽ മതി. വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ അല്ലേ? കിട്ടിയല്ലോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്തില് നമ്മുടെ എക്കണോമിക്സിൽ ഫസ്റ്റത്തെ ആ ഒരു ടോപ്പിക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? തീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചവത്സര പദ്ധതിയാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുള്ളത്. ഇതിന്റെ കൂടെ അടുത്ത് പോകുന്നത് അതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ എക്കണോമിക്സ് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ കംപ്ലീറ്റ് ചെയ്തു.